തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കാനുള്ള തീയതിയുടെ അവസാനമായിട്ടും തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ ഉൾപ്പെടുത്തുന്നില്ല എന്നതാണ് PV അൻവറിനെയും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെയും വെട്ടിലാക്കുന്നത്. PV അൻവർ ആകട്ടെ ഇത്തവണ വളരെ കരുതലോടെയാണ്. ഒരു വാക്കുകൊണ്ടോ പ്രസ്താവന കൊണ്ടോ UDF-ന് ദോഷമുണ്ടാക്കരുത് എന്ന നിലപാടിലാണ്. പക്ഷേ പ്രവർത്തകരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അൻവറിനെ തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ ഉൾപ്പെടുത്താത്തത് മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിലെ ചിലരുടെ താല്പര്യം കാരണമാണെന്നാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. അതിൽ അവർക്ക് പ്രതിഷേധവുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനും ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിലല്ല, മറിച്ച് സർവ്വസ്വതന്ത്രരായിട്ടാണ്. അതായത് അൻവറിനും ഈ സ്ഥാനാർത്ഥികൾക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല, തൃണമൂൽ കോൺഗ്രസിനും യാതൊരു ബന്ധവുമില്ല. നിലമ്പൂർ നഗരസഭയിലും വഴിക്കടവിലും മൂത്തേടത്തും അങ്ങനെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ട്. നിലമ്പൂർ നഗരസഭയിൽ 7 വഴിക്കടവിൽ 5 സീറ്റുകളിലും മൂത്തേടത്ത് 6 സീറ്റിലും ഇത്തരത്തിൽ UDF-നെതിരെ അല്ലെങ്കിൽ പൊതു സ്വതന്ത്രരായിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ മത്സരിക്കുന്നു. എന്നാൽ കരുളായിൽ UDF-മായി തൃണമൂൽ കോൺഗ്രസ് ധാരണയായിട്ടുമുണ്ട് 2 സീറ്റിൽ. മുസ്ലിം ലീഗിന് തൃണമൂൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്തണമെന്ന ആഗ്രഹമുണ്ടെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന് ഒരിക്കലും ദോഷം ചെയ്യില്ലെന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കുന്നു. മറിച്ച് UDF-ൽ അവരെ ഉൾപ്പെടുത്താത്ത കോൺഗ്രസിനോടുള്ള ഒരു മറുപടി കൂടിയാകാം ഈ മത്സരം. ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം UDF-ലേക്ക് പ്രവേശനം ചർച്ച അങ്ങനെ മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുക. ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഈ ചർച്ച നടക്കുന്നുണ്ട്. UDF-ലേക്ക് വരും ലെവലിലും വരുമ്പോൾ തന്നെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയിലെ അണികൾക്ക് ശരിക്കും നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളായിട്ടൊരു യോജിച്ച് പ്രവർത്തിക്കാൻ, അതിൻ്റെ ഫലമായി എല്ലാ ഭാഗങ്ങളിലും ലീഗിൻ്റെ പ്രവർത്തകർ ഞങ്ങളായിട്ട് നല്ലൊരു ഒത്തൊരുമയോടെ പോകുന്നത്. PV അൻവറും UDF-നും അതേമാതിരി ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്കും UDF-ന് ഉറപ്പ് കൊടുത്തു നിരുപാധിക പിന്തുണയാണെന്നും. അങ്ങനെ UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ന് നിരുപാധിക പിന്തുണ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ അതായത് ഇതിൻ്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ നേതാവ് PV അൻവർ മൊത്തത്തിൽ ഞങ്ങൾക്ക് തന്ന നിർദ്ദേശവും. എന്തു തന്നെയാണെങ്കിലും നോമിനേഷൻ പിൻവലിക്കാനുള്ള ദിവസത്തിനുള്ളിൽ UDF-ൽ അൻവറിനെ ഉൾപ്പെടുത്തിയുള്ള തീരുമാനം വന്നാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രവർത്തകർ മത്സരിക്കുന്നത് വളരെ വൈകാരികമായിട്ടാണ്. അവരെ പൂർണ്ണമായും പിന്തിരിപ്പിക്കാൻ ഒരുപക്ഷെ നേതൃത്വത്തിന് സാധിക്കണമെന്നില്ല. അങ്ങനെ വന്നാൽ എന്തു ചെയ്യും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് കണ്ടു തന്നെ അറിയേണ്ടത്. PV അൻവറിനെ UDF-ൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ UDF-ന്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള തീരുമാനം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ അവർ പിന്മാറുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടു തന്നെ അറിയേണ്ടതാണ്. നിലമ്പൂരിൽ നിന്നും അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, News 18.